എന്തായിരുന്നു ദാവീദിന്റെ പ്രാർത്ഥന? എന്റെ മകനെ ഞാൻ വീണ്ടും കാണും. പഴയ നിയമത്തില് എന്തായിരുന്നു? ദാനിയേലിന് വിടവാങ്ങൽ നൽകിയപ്പോൾ അടക്കിയവർ പറഞ്ഞ വാചകം, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കുക, വീണ്ടും കാണും. ഇനിയും ഈ ഭൂമിയിൽ നടക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവം ഒരു മൂന്നാം ലോകമഹായുദ്ധമല്ല. ഇനിയും ഈ ഭൂമിയിൽ നടക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവം നമ്മൾ ഞെട്ടലോടെ കാണാൻ പോകുന്ന ഒരു ഭൂകമ്പമോ വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, വെള്ളപ്പൊക്കമൊന്നുമല്ല. ഇനി കോവിഡ് പോലെ വലിയൊരു വൈറസ് ഒന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട്, ശിഖലയുണ്ട്, നിപ്പയുണ്ട്, മനുഷ്യനെന്ന് പതറി നിൽക്കാൻ മരുന്നില്ല. പോട്ടെ, ഇനി അതൊന്നുമല്ല വലിയ സംഭവം. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഇനി ഇവിടെ നടക്കാനുള്ള ഏറ്റവും വലിയ സംഭവത്തിന്റെ പേര് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുവാൻ. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിക്കാം, ക്രിസ്മസ് എന്ന് പറയുന്നത് ഒന്നാം വരവിനെ വിളിച്ചറിയിക്കുന്നു. ക്രിസ്മസ് എല്ലാവർക്കും ആഘോഷമാണ്, സന്തോഷമാണ്. പക്ഷെ ക്രിസ്മസ് എന്താ? യേശു ജനിച്ചു, അതിനെ ലോകം അംഗീകരിക്കുന്നു. യേശു ജനിച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, ജനിച്ച യേശു ഇവിടെ നിന്ന് പോകുമ്പോൾ തന്റെ ശിഷ്യന്മാർ, അമ്മ ഉൾപ്പെടെയുള്ളവരെ സാക്ഷി നിർത്തി യെരൂശലേമിൽ നടത്തിയ ലോകപ്രസിദ്ധമായ ഡിക്ലറേഷൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും ഒന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഇനി ഞാൻ ഒന്നുകൂടി പറയാം, ശിഷ്യന്മാർ പറഞ്ഞു പോയതുപോലെ അവൻ മടങ്ങി വരും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഒന്നാം വരവായിരുന്നു ബുദ്ധിമുട്ട്. ഒന്നാം വരവ് എന്തായിരുന്നു? ദൈവപുത്രനായ ക്രിസ്തു ഒരു കന്യകയുടെ ഉദരത്തിൽ ഉരുവായി ഈ മണ്ണിൽ ജനിച്ച് 33 വർഷം ഈ മണ്ണിൽ ജീവിച്ചു. അതാ ബുദ്ധിമുട്ട്. രണ്ടാം വരവല്ല ബുദ്ധിമുട്ട്. എങ്ങനെ ഒരു കന്യകയുടെ ഉദരത്തിൽ ഒരു ശിശു അല്ല, ദൈവം ഒതുങ്ങി, അതാ ബുദ്ധിമുട്ട്. അത് സംഭവിച്ചു എന്ന് ലോകം വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ എളുപ്പമാ പോയതുപോലെ മടങ്ങി വരാൻ. ഒന്നാം വരവായിരുന്നു ബുദ്ധിമുട്ട്, രണ്ടാം വരവല്ല. ഒന്നാം വരവ് സംഭവിച്ചുവെങ്കിൽ അപ്പോസ്തലന്മാർ ഈ പുസ്തകത്തിൽ എഴുതിയതുപോലെ അവൻ പോയതുപോലെ മടങ്ങി വരും. അത് യാഥാർത്ഥ്യമാണ്, ലോകം അംഗീകരിച്ചേ പറ്റൂ. ഇനിയും ഈ മണ്ണിൽ നടക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ആ വരവെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുവും വിശുദ്ധന്മാരും മധ്യാകാശത്തിൽ അണിനിരക്കും, പ്രധാന ദൂതന്മാരെ ഇടംവലം നിർത്തും, സകല ദൂതന്മാരും ഒരുമിച്ച് മധ്യാകാശത്തിൽ സംഘടിക്കും. അവിടെ നിന്നുകൊണ്ട് സ്വർഗം മുഴക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഇവിടെ കയറി വരുവീൻ വിശുദ്ധന്മാരെ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് തെളിയിക്കുവാൻ വേണ്ടി ഈ ലോകം കണ്ട ഏറ്റവും വലിയ തിയോളജി, ഈ ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ സഭാസ്ഥാപകൻ വിരൽ ചൂണ്ടുന്ന ഒരു സ്ഥലം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. യെരൂശലേമിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അടച്ച ഒരു കല്ലറയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രചരിപ്പിക്കും എന്ന് വിചാരിച്ച് 1.5 ടൺ ഭാരമുള്ള ഒരു കല്ലുരുട്ടി വെച്ചിട്ട് റോമൻ പടയാളികളെ കല്ലറയ്ക്ക് ചുറ്റും അണിനിരത്തിയിട്ട് റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പതിച്ചിട്ട് ആ പ്രോപ്പർട്ടി ഗവൺമെന്റ് സീസ് ചെയ്തെടുത്തിട്ട് യേശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടും അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയാത്ത വിധത്തിൽ ബന്ധവസാക്കിയ ഒരു കല്ലറയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കല്ലറയിൽ അടയ്ക്കപ്പെട്ടവൻ അടയ്ക്കപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, ഞാൻ കല്ലറയിൽ അടയ്ക്കപ്പെട്ടാലും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഗവൺമെന്റിന്റെ ബന്ധവസിനെ തകർത്തുകൊണ്ട്, ഗവൺമെന്റിന്റെ ശക്തിയെ തകർത്തുകൊണ്ട്, കല്ലറയുടെ മുന്നിൽ വെച്ച് 1.5 ടൺ ഭാരമുള്ള കല്ലിന്റെ ബലത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവന്റെ പേരാ യേശു ക്രിസ്തു. യെരൂശലേമിൽ എന്നും തുറന്നിരിക്കുന്ന കല്ലറയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ധന്യനായി പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15:20 പറയുന്ന ഒരു വാചകമുണ്ട്, യെരൂശലേമിൽ എന്നും ആ കല്ലറ തുറന്നിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മൾ ഇരിക്കുന്നത് പോലെ, അവൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണും എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നടക്കാനുള്ള ഏറ്റവും വലിയ സംഭവം യേശുവിന്റെ മടങ്ങിവരവും വിശുദ്ധന്മാരുടെ സ്വർഗാരോഹണമാണ്. പ്രത്യാശയോടെ ചേർത്ത് കർത്താവിനെ ശബ്ദമുയർത്തിയൊന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇന്നത്തെ ഈ മണ്ണിന്റെ അവസ്ഥ എന്താ പ്രിയമുള്ളവരെ? അപകടങ്ങൾ വർദ്ധിക്കുകയല്ലേ? മാരക രോഗങ്ങൾ പെരുകിയല്ലേ? ആത്മഹത്യകൾ വർദ്ധിക്കുകയല്ലേ? ജീവിതം അടുത്തവരിത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആർക്ക് നിയന്ത്രിക്കുവാൻ കഴിയും? ഓരോ ദിവസവും ആത്മഹത്യകളുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുക, കുടുംബങ്ങൾ ഇല്ലാതാകിയ, സ്വന്തം അമ്മയെ മകൻ കൊല്ലുക. എന്താ ഈ മണ്ണിൽ നടക്കുന്നത്? ഭീകര സംഭവങ്ങളല്ലേ? ആർക്ക് രക്ഷിക്കുവാൻ കഴിയും? ആർക്കും രക്ഷിക്കുവാൻ കഴിയത്തില്ല. ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഈ മണ്ണ് തകർക്കപ്പെട്ടു, മാനവ സമൂഹം തകർക്കപ്പെട്ടു. ഇനിയൊരു മടങ്ങി വരവിടില്ല. ആത്മഹത്യകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഇത് പകൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേമിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഈ ലോകത്തെ രക്ഷിക്കുവാൻ കപ്പാസിറ്റി ഉള്ളവനെ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകം ഈ പുസ്തകത്തിലുണ്ട്. ആ വാചകം
വാചകം അറിയാവുന്നവർ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞാട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം. ആ പേരറിയാവുന്നവരൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. ചേർന്ന് നമുക്ക് പറയാം. ഇന്ന് പകലും വേദനയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വന്തം മക്കളെ ഓർത്ത് ഹൃദയം തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൈവിടപ്പെട്ട ഒരു തലമുറ എന്നതിന്റെ ലക്ഷണമാണ്, മടങ്ങി വരും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തകർന്ന ശരീരവുമായി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പിടി മരുന്ന് വാരി കഴിച്ചിട്ട് എന്റെ ശരീരത്തിൽ ഗുണം ചെയ്യുമോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഉത്തരം തരാൻ കഴിവുള്ള ഒരുവൻ, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ വരാൻ ഇഷ്ടപ്പെട്ട ഒരുവൻ, അവന്റെ പേരാ യേശു ക്രിസ്തു.